കാലം തെറ്റി വന്ന കാലാവസ്ഥയല്ലെങ്കിലും കാലാവസ്ഥയുടെ ഈ ഒരു സമയം നല്ല ചൂട് തന്നെയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ നടക്കാൻ പോയപ്പോ ദീപന്മാരെ എന്റെ കണ്ണി പെട്ടത്. ഒന്നും നോക്കിയില്ല, ആരോടും ചോദിച്ചില്ല. കുറച്ചെണ്ണത്തിന് ഞാൻ അങ്ങോട്ട് പറിച്ച് കവറിലേക്കാണ് ഇട്ടു. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് നീറ്റാക്കി എടുത്തിട്ടോ. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ കാരക്കാന്നാണോ അതോ ഈന്തപ്പഴന്നാണോ പറയണ്ടേന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ക്ലീൻ ആക്കി കഴുകിയിട്ട് അതിനെ കട്ട് ചെയ്ത് 2 സെക്ഷനാക്കി വെച്ചേ. ഒന്ന് നന്നായി പഴുത്തതും ഒന്ന് ചവർപ്പായിട്ടുള്ള ഒരു മധുരം കൊണ്ടുള്ള ഒരു ഇതെന്തത് കാരക്കയാണോ ഈന്തപ്പഴമാണോ അതും. എന്നിട്ട് ആ ചവർപ്പുള്ളവനെ ഞാൻ എന്ത് പണി ചെയ്തു, കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് ഒരു കുക്കറിലാക്കി ഒറ്റ വിസിലിട്ടോ. ഒറ്റ വിസിൽ അടിക്കും വരെ അവൻ അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ടേക്ക് നമുക്ക് അച്ചാറാണല്ലോ, അതുകൊണ്ട് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ആസ് യൂഷ്വൽ നമ്മൾ എടുക്കാറായിട്ടുള്ള സാധനങ്ങൾ തന്നെ: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പില. ഇതും കൂടി എടുത്ത് നന്നായിട്ട് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് സ്റ്റൗ ഓൺ ആക്കിയിട്ട് പാൻ വെച്ച് കൊടുത്തു. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് അച്ചാറായതുകൊണ്ട് ഒരു ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലെണ്ണ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു, അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവ മതി. എൻ്റെ ഇതിനകത്ത് കുറച്ച് ഉലുവ കൂടിപ്പോയി, സാരില്ല, ഇരിക്കട്ടെ. അങ്ങനെ അതുകൊണ്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. ശരിക്കും അങ്ങ് ഡ്രൈ ഫ്രൈ ആവാൻ നിൽക്കരുതേ, അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് ഒക്കെ അങ്ങ് മാറും. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അച്ചാർ പൊടിയൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. മഞ്ഞപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി, പിന്നെ നമ്മുടെ സാധാ എരിവുള്ള മുളക് പൊടി, അത്രയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളേ. പിന്നെ അത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ചൊറുക്കാണ്. ഇതിന് പല സ്ഥലത്തും പല പേരിലെ അറിയപ്പെടണേ. പിന്നെ ഞങ്ങൾ ചൊറുക്കാന്നും വിനാഗിരി എന്നൊക്കെയാണ് പറയണേ. കള്ളിന്റെ ചൊറുക്കാട്ടോ, കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ നിൽക്കുന്ന ഒരു സംഭവമാണിത്. അങ്ങനെ ഈ വേവിച്ച് വെച്ചിരിക്കണ നമ്മുടെ കാരക്ക അതിനെ ഞാൻ ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വെൽ മിക്സും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിനകത്തോട്ടേക്ക് നമുക്ക് ഉപ്പോ ചൊറിക്കോ എന്തെങ്കിലും ആവശ്യമുണ്ടോ, കുറവുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണേ. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പഴുത്ത ഈന്തപ്പഴം, അതിനെയും കൂടി ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കണേ. ഇതിനൊരു ചെറിയൊരു ചവർപ്പ് മധുരം ഉണ്ടെങ്കിലും നമുക്ക് ശരിക്കും ഈന്തപ്പഴ അച്ചാറായതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ മധുരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പഴുത്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴ അച്ചാർ ഇവിടെ റെഡി. അപ്പോൾ നമുക്കിതിനെ നെയ്ച്ചോറിന്റെ കൂടെയും ബിരിയാണിന്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് സൂപ്പർ